ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. എസ് ബി ഐയുടെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പറയുന്നതിന് മുന്നേ വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ എസ് ബി ഐയുടെ ചെയർമാൻ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഫിനാൻഷ്യൽ ഇയർ 2026 തൊട്ട് അടുത്ത് വരുന്ന ഓരോ വർഷവും നമുക്ക് എസ് ബി ഐ 16,000-ഓളം പേരെ ഹയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അതായത് ഏകദേശം ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ, അതായത് 2026 ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 200-300 പുതിയ ബ്രാഞ്ചസ് തുറക്കുകയും, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഓരോ വർഷവും 16,000-ഓളം പേരെ ഹയർ ചെയ്യുകയാണ് എന്നുള്ളൊരു ന്യൂസ് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതാ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പറയാണ്, ഒരു കോൺട്രാക്ട് ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് റിട്ടേൺ എക്സാംസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഓൺലി ഇന്റർവ്യൂ ബേസിസിലാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതൊരു കോൺട്രാക്ട് ബേസ് ആയതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് പീരീഡ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ലിമിറ്റഡ് പീരീഡ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ജോബിൽ നിന്ന് നമുക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങളൊരു ജോബ് സെക്യൂരിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്, ഒരു ജോബ് സെക്യൂർഡ് അല്ലെങ്കിൽ ഒരു സെക്യൂർഡ് ഒരു ജോബാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എസ് ബി ഐ തന്നെ നമുക്ക് നേരത്തെ വന്നിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. നമുക്ക് വിത്തിൻ 5 മന്ത്സിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് സർക്കിൾ ബേസ്ഡ് ഓഫീസർ, അതുപോലെ പ്രൊബേഷണറി ഓഫീസർ, ഈ വരുന്ന പോസ്റ്റുകളിലേക്കൊക്കെ ഹയർ ചെയ്യുകയാണെന്നുള്ള കാര്യവും നമുക്ക് നേരത്തെ വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. കൂടാതെ 2030 അതായത് 30 നമുക്ക് നമ്മുടെ വുമന്റെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് 30% കൂട്ടും എന്നുള്ള കാര്യവും അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ജോബ്, ഒരു സെക്യൂർ ഉള്ള ഒരു ജോബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിലേക്ക് നമുക്ക് എഴുതി നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ജോബ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്ന ഒരു ജോബ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അത് അപ്ലൈ ചെയ്ത് ഉള്ളി ഇന്റർവ്യൂ ആണ് ഇവിടെ വരുന്നത്. ഇന്റർവ്യൂ ത്രൂ നിങ്ങൾക്ക് ഇതിലേക്ക് കയറാവുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഇത് നമുക്ക് വിളിച്ചിട്ടുള്ളത് 3 പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഒന്ന് VP വെൽത്തും, പിന്നെ ഒന്ന് AVP വെൽത്തും, പിന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പം ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്. ബാക്കിയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് പറയുന്ന വെൽത്ത് മാനേജ്മെന്റ് പോസ്റ്റുകളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇവിടെ വേക്കൻസി പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ നമുക്ക് പറയുന്ന വെൽത്ത് മാനേജ്മെന്റ് VP പോസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ 506 വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഇനി AVP വെൽത്ത് ആണെന്നുണ്ടെങ്കിൽ 206 വേക്കൻസീസും, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 284 വേക്കൻസീസും ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് VP വെൽത്ത് ആണെങ്കിൽ 26 വയസ്സ് ടു നമ്മുടെ 42 വയസ്സ് വരെ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും. AVP വെൽത്ത് ആണെന്നുണ്ടെങ്കിൽ 23 to 35 ആണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്, അത് നമുക്ക് പറയാം CRE പോസ്റ്റുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 to 35 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതില് അതായത് പ്ലേസ് ഓഫ് പോസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ എവിടെയാണോ കൊടുക്കുന്നത് അവിടെ തന്നെയാണ്, നമ്മുടെ ആ ഒരു ഓപ്റ്റഡ് സർക്കിളിൽ തന്നെയായിരിക്കും നമുക്ക് സെന്ററും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഓക്കെ, പോസ്റ്റിങ്സ് ആ കാര്യങ്ങളൊക്കെ വരിക. ഇനി ഇവിടെ നമുക്ക് ഇപ്പം സർക്കിളിൽ നമ്മുടെ ട്രിവാൻഡ്രം വരുന്നുണ്ട്. അപ്പൊ ട്രിവാൻഡ്രത്താണെങ്കിൽ ടോട്ടൽ VP വെൽത്തിനാണെങ്കിൽ 66 വേക്കൻസീസ് വരുന്നുണ്ട്. അതുപോലെ AVPക്ക് ആണെങ്കിൽ 11 വേക്കൻസീസ് വരുന്നുണ്ട്. അതുപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിനാണെങ്കിൽ 35 വേക്കൻസീസിലേക്കാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ ഗാന്ധിനഗർ ഉണ്ട്, അമരാവതി ഉണ്ട്, ബംഗളൂരു ഉണ്ട്, ഭോപ്പാൽ ഉണ്ട്, ഭുവനേശ്വർ ഉണ്ട്, ചണ്ഡീഗഡ് ഉണ്ട്, ചെന്നൈ ഉണ്ട്. അങ്ങനെ ഓരോ സർക്കിൾസിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ട്രിവാൻഡ്രത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കസ്റ്റമേഴ്സ് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 35 വേക്കൻസീസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നിങ്ങളിപ്പം ഒരു വെൽത്ത് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രീമിയർ ബാങ്കിങ്ങിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നത്. ഷാൾ ബി ഡീബാർഡ് ഫ്രം ദ അപ്ലൈയിങ് ഫോർ എനി പോസ്റ്റ് ഓർ വേക്കൻസി ഫോർ എ പീരീഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്
ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ട് ബേസിൽ പ്രീവിയസ്ലി നിങ്ങൾ ഈ കോൺട്രാക്ട് ബേസിൽ എന്താണ് ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ അവിടെ ബുദ്ധിമുട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അത് പീരീഡ് ഓഫ് 2 ഇയേഴ്സ് 2 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിഗ്നേഷൻ ആ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ്ലി ഇതുപോലെ കോൺട്രാക്റ്റിൽ ജോയിൻ ചെയ്തിട്ട് റിസൈൻ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ കോഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടും അങ്ങനെയുള്ള കുട്ടികൾക്കും എന്താണ് ഫോർത്ത് കമ്മിങ് റിക്രൂട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അവർ ബാർ ചെയ്തിരിക്കുന്ന കാര്യം അവിടെ മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നോക്കിയേക്കാം. ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള റെന്യൂമറേഷനും അതുപോലെ കോൺട്രാക്ട് പീരീഡും ആണ്. അതിൽ നമ്മുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന്റെ റെന്യൂമറേഷൻ എന്ന് പറഞ്ഞാൽ 6.20 lakhs ആണ്. അതായത് അത് അപ്പർ റേഞ്ച് ആണ്. ഈ പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് നെഗോഷ്യബിൾ പോസ്റ്റുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ സാലറി കൂട്ടാം. അതായത് ഇപ്പൊ നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വേരിയബിൾ പേ അഥവാ പെർഫോമൻസ് പേ ലിങ്ക്ഡ് പേ എന്ന് പറയുമ്പോൾ എലിജിബിൾ ഫോർ പെർഫോമൻസ് ലിങ്ക്ഡ് പേ ആൻഡ് ആനുവൽ ഇൻക്രിമെന്റ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് റേറ്റിംഗ് മെഷർഡ് ആസ് പെർ ദ ബാങ്ക്സ് പോളിസിയുടെ അനുസരിച്ചിട്ടാണ് അവിടെ ആ പറയുന്ന ആനുവൽ ഇൻക്രിമെന്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇൻക്രിമെന്റിലൊക്കെ എലിജിബിൾ ആയിട്ട് വരിക. അപ്പോൾ എന്തായാലും കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന് 6.20 ആണ് അവിടുത്തെ 20 lakhs ആണ് അവിടുത്തെ അപ്പർ റേഞ്ച് CTC കോസ്റ്റ് വരുന്നത്. AVP വെൽത്ത് ആണെങ്കിൽ 30.20 VP വെൽത്ത് ആണെങ്കിൽ 44.70 ആണ് അവിടെ നമുക്ക് എന്താണ് അപ്പർ റേഞ്ചിന്റെ ആ ഒരു കമ്പനി കോസ്റ്റ് വരിക. ഇനി കോൺട്രാക്ട് പീരീഡ് ആണെങ്കിൽ 5 വർഷത്തെ കോൺട്രാക്ട് പീരീഡ് ആണ്. ഇപ്പൊ ഏതിനായിരുന്നാലും ഇപ്പൊ വെൽത്ത് മാനേജ്മെന്റ് പോസ്റ്റിനായിരുന്നാലും CRE പോസ്റ്റിനായിരുന്നാലും കോൺട്രാക്ട് പീരീഡ് വരുന്നത് 5 വർഷത്തെ കോൺട്രാക്ട് പീരീഡ് വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 4 വർഷത്തേക്കും കൂടെ നിങ്ങൾക്ക് റിന്യൂ ചെയ്ത് കൊടുക്കാം. അവിടെ ബാങ്കിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ 4 വർഷം കൂടെ നിങ്ങൾക്ക് റിന്യൂ ചെയ്തെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു സെക്യൂർ ആയിട്ടുള്ള ജോബ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു 5 വർഷം അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്രയും ഒരു കോൺട്രാക്ട് പീരീഡ് നമുക്ക് ഇരിക്കാം. അങ്ങനെ ഒരു ജോബാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങളൊരു ഫുള്ളി ഒരു സെക്യൂർഡ് ജോബ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന SBIയുടെ തന്നെ PO, സർക്കിൾ ബേസ്ഡ് ഓഫീസർ, ക്ലർക്ക് പോസ്റ്റുകളൊക്കെ നമുക്ക് വിത്തിൻ 4 months നമുക്ക് വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആനുവൽ CTC നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഓരോ പോസ്റ്റിലുള്ള ബൈഫർക്കേഷൻ തന്നിട്ടുണ്ട്. അതായത് ആനുവൽ CTCയുടെ ബൈഫർക്കേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഫിക്സഡ് പേ INR 4 lakhs ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ കൺവെയൻസ്, മൊബൈൽ, മെഡിക്കൽ അലവൻസ് ഇതെല്ലാം കൂടെ 0.77 lakhs ആണ്. പെർഫോമൻസ് ലിങ്ക്ഡ് പേ, പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് കാര്യങ്ങൾ ഉണ്ടാവും. അത് ഫിക്സ്ഡ് പേയുടെ 35% ആയിരിക്കും ഉണ്ടായിരിക്കുക. ആനുവൽ ഇൻക്രിമെന്റ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 0 to 25%. അതെല്ലാം നമ്മുടെ പെർഫോമൻസ് ബേസിലായിരിക്കും ആനുവൽ ഇൻക്രിമെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. VP വെൽത്ത് ആണെങ്കിലും 30 lakhs ആണ് ഫിക്സഡ് പേ, 1.16 ആണ് കൺവെയൻസ്, മൊബൈൽ, മെഡിക്കൽ അലവൻസസ്. ഇനി ഫിക്സഡ് പേയുടെ 45% ആയിരിക്കും പെർഫോമൻസ് ലിങ്ക്ഡ് പേ എന്ന് പറയുന്നത്. ആനുവൽ ഇൻക്രിമെന്റും അവിടെയും 0 to 25% ആയിരിക്കും. ഇനി AVP വെൽത്ത് ആണെങ്കിൽ 20 lakhs ആണ് ഫിക്സഡ് പേ, 1.16 തന്നെയാണ് കൺവെയൻസ്, മൊബൈൽ ആൻഡ് മെഡിക്കൽ അലവൻസസ്. 45% ഓഫ് ഫിക്സഡ് പേ തന്നെയാണ് നമ്മുടെ ഈ പെർഫോമൻസ് ലിങ്ക്ഡ് പേ എന്ന് പറയുന്നത്. 0% to 25% ആണ് അവിടെ ആനുവൽ ഇൻക്രിമെന്റ് ബാൻഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 5 വർഷത്താണ് കോൺട്രാക്ട്. ഞാൻ വീണ്ടും പറയാണ് 5 വർഷത്തെയാണ് കോൺട്രാക്ട് വിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ നമ്മുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് VP വെൽത്തിനാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ പോസ്റ്റാ വരിക. അപ്പൊ ഇത് നമുക്ക് നിർബന്ധമായിട്ടും എക്സ്പീരിയൻസ് വേണ്ട ഒരു ഏരിയ ആണ് VP വെൽത്ത്. അപ്പം ഇപ്പോ സെയിൽസ് ആൻഡ് മാർക്കറ്റിൽ നിങ്ങൾക്ക് 6 വർഷം, അതൊരു ലീഡിംഗ് പബ്ലിക് പ്രൈവറ്റ് ഫോറിൻ ബാങ്ക്സ്, വെൽത്ത് മാനേജ്മെന്റ് ഫേംസ്, AMCs ഇവിടെയൊക്കെ നിങ്ങൾക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ 6 വർഷത്തെ എസെൻഷ്യൽ എക്സ്പീരിയൻസ് അവിടെ മാൻഡേറ്ററി എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. അതുകൂടാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് AVP വെൽത്ത് ആണെങ്കിലും അവിടെ ഈ പറയുന്ന സെയിം നമ്മുടെ എന്താണ് മാൻഡേറ്ററി എക്സ്പീരിയൻസ് അവിടെ പറയുന്നുണ്ട്. അവിടെയും ഗ്രാജുവേറ്റ് തന്നെയാണ്. ഇനി ഗ്രാജുവേറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തു. ഇനി പ്രിഫേർഡ് ആയിട്ട് വരുന്ന ഇപ്പം നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫിനാൻസിലോ മാർക്കറ്റിംഗിലോ ബാങ്കിങ്ങിലോ ഒക്കെ പോസ്റ്റ് ഗ്രാജുവേഷനിലവർക്ക് വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് അവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞത്. ഇനി മാൻഡേറ്ററി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ തന്നെയാണ് 3 വർഷത്തെ നിർബന്ധിത എന്ത് വേണം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ,
ഇതാണ് അവിടെ നമ്മുടെ AVP വെൽത്തിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി CRE ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സാധാരണ ഒരു എക്സ്പീരിയൻസ് നിർബന്ധം അല്ലാത്ത ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ CRE പോസ്റ്റ് തന്നെയായിരിക്കും. അത് ഗ്രാജുവേറ്റ് ആണ് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അത് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഉണ്ടായിരിക്കാം. ഇനി ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമുക്ക് ഈ പറയുന്ന ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവിടെ ആവശ്യമില്ല. ഒരു പ്രിഫേർഡ് എക്സ്പീരിയൻസ് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഇൻ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വുഡ് ബി ഡിസൈറബിൾ. ഡിസൈറബിൾ ആയിട്ട് നമുക്ക് എന്താണ് ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിർബന്ധമല്ലാത്ത രീതിയിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൊടുക്കാം. ഇനി എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് നിർബന്ധിതമായിട്ട് പറയുന്ന ഒരു സ്പെസിഫിക് സ്കില്ല് പറയുന്നുണ്ട്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. 2 വീലറിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം അവിടെ മെയിൻലി പറയുന്നുണ്ട്. അത് മാത്രമാണ് ഇവിടെ മാൻഡേറ്ററി ആയിട്ട് പറയുന്നത്. ഓക്കെ, സെലക്ഷൻ പ്രോസസ്സ് ഞാൻ പറഞ്ഞു. ഇവിടെ ഇന്റർവ്യൂ പ്രോസസ് ആണ് നമുക്ക് എന്താണ് സെലക്ഷൻ പ്രോസസ് വരുന്നത്. ഇവിടെ റിട്ടേൺ എക്സാംസോ കാര്യങ്ങളോ ഒന്നുമില്ല. ത്രൂ ഇന്റർവ്യൂ മാത്രമാണ്. അപ്പോൾ ഇന്റർവ്യൂ കോൾ ലെറ്റർ ഒക്കെ നമുക്ക് ഈ പറയുന്ന ബാങ്കിന്റെ വെബ്സൈറ്റിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇന്റർവ്യൂ കോൾ അനുസരിച്ചിട്ട് നമ്മൾ വരിക, ഇന്റർവ്യൂ ചെയ്യുക, അതിനനുസരിച്ചുള്ള മാർക്ക് നമ്മൾ നേടുക, നമ്മൾ പോസ്റ്റിംഗിൽ കയറുക എന്നുള്ളത്. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്നത് 100 മാർക്കിനായിരിക്കും ഇന്റർവ്യൂ വരിക. ക്വാളിഫയിങ് മാർക്സ് ബാങ്ക് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളോട് പറയുന്നത്. ഇനി ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് CTC നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങളുടെ CTC അത് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഈ ഒരു കാര്യമാണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, ഇതൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. ഒരു കോൺട്രാക്ട് ആണ്, 5 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടത്. അപ്പൊ ഒരു സെക്യൂർഡ് ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, നമുക്ക് വിത്തിൻ 4 monthsൽ നമ്മുടെ SBIയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അതിന് ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്ത് അതിന് വേണ്ടിയിട്ട് പഠിച്ച് അത് നിങ്ങൾ കയറാൻ വേണ്ടിയിട്ട് നോക്കുക. ജസ്റ്റ് നിങ്ങൾക്കൊരു ജോബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അതൊന്നും ഒരു പ്രശ്നമില്ല. ഇതെല്ലാം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. https://sbibank.in വെബ് കരിയർ കറണ്ട് ഓപ്പണിംഗ്സിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇതുപോലെ നമുക്ക് നമ്മുടെ SBIയുടെ ഹോം പേജ് വരും. അതിൽ കറണ്ട് ഓപ്പണിംഗ്സിലേക്ക് നമുക്ക് ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ കൊടുക്കാനുണ്ട്. നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് December 2 സ്റ്റാർട്ട് ചെയ്യും. ടു December 23 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇതാ കൊടുക്കുമ്പോൾ താഴേക്ക് ഇതാ ഇവിടെ ഉണ്ട് നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്ലൈ ഓൺലൈൻ ഉണ്ട്, ബയോഡേറ്റ ഫോമാറ്റ് ഉണ്ട്, CTC നെഗോഷിയേഷൻ ഫോമാറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമുക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് 3 പോസ്റ്റുകളാണ്. അതിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയൊരു രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് കോൺട്രാക്ട് ബേസിസ് ആണ്. ഇതൊരിക്കലും എക്സാം എഴുതി കയറുന്നതല്ല, ഇന്റർവ്യൂ ബേസ്ഡ് കയറുന്നതാണ്. നിങ്ങൾ എക്സാം എഴുതി നല്ലൊരു ജോബ് സെക്യൂർഡ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ആരംഭിച്ചോളൂ. 4 മാസം കഴിയുമ്പോൾ നമുക്ക് എക്സാംസ് വരുവാണ്. അപ്പോൾ നന്നായിട്ടുള്ള രീതിയിലുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് റിട്ടേൺ എക്സാംസ്, അതായത് നമ്മുടെ SBI, IBPS അതുപോലുള്ള പരീക്ഷകൾ നമ്മൾ റൈറ്റ് ചെയ്ത് ജോബ് സെക്യൂരിറ്റിയോട് കൂടി കയറുന്ന അങ്ങനെയുള്ള എക്സാമുകൾക്കുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മുടെ എൻട്രിയിൽ നടക്കുന്നുണ്ട്. അപ്പം അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുക. ഓക്കെ, അങ്ങനത്തെ റെഗുലർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് ബേസ് നമുക്ക് ക്ലാസ്സസ് ഇല്ല. നമുക്ക് നമ്മുടെ ബാക്കിയുള്ള എക്സാംസ് ബേസ്ഡ് ഉള്ള ക്ലാസ്സസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് നമ്മുടെ നെക്സ്റ്റ് വരാനിരിക്കുന്ന പരീക്ഷകളായ ലോങ് പരീക്ഷകളായിട്ടുള്ളതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സസ് റണ്ണിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ കയറാം. അതുപോലെ തന്നെ അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതിനുള്ള സമയമാണ്. അത് നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. അത് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ കണ്ടന്റുമായിട്ട് പുതിയ കാര്യങ്ങളായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.